ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ MJ ഗൈസ്. അപ്പോൾ ഇന്നെന്താ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ റിംഗ് ലൈറ്റ് ഓർഡർ ചെയ്തിരുന്നത്, അത് വന്നിട്ടുണ്ട് ഫൈനലി. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ലൈറ്റൊക്കെ മാറ്റും, ഈ ലൈറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് വരും. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മളെ പ്രൊഡക്റ്റ് ഇതാണ് റിംഗ് ലൈറ്റ്. അപ്പോൾ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ കൂട്ടുകാരനാണ് ഓർഡർ ചെയ്തത്, അവൻ്റെ നിന്നാണ് ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്ക്, എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും അറിയാലോ. അപ്പോൾ എന്താ വെച്ചാൽ അവൻ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഞാൻ ഇതുവരെയായിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു കവർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ആ കവർ അങ്ങോട്ട് ഊരിയെടുക്കാം. ബേക്കിൽ എന്തെല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും വായിക്കാൻ നേരമല്ല. ഇതാണ് നമ്മളെ റിംഗ് ലൈറ്റ്. നമുക്കെന്താ വെച്ചാൽ ഇതാണ് കേട്ടോ സാധനം. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമ്മളൊരു മൗണ്ട് വരുന്നുണ്ട് ഫോൺ സെറ്റ് ചെയ്യാനുള്ള. പിന്നെ അതിൽ ചെറിയൊരു റിമോട്ടിൻ്റെ കൺട്രോളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ അതാ ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് റിംഗ് ഫിൽ ലൈറ്റ്. അപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത്രയും കാലം ഏതിലാണ് ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ വരുമ്പോൾ ഇതാണ് നമ്മളെ ലാപ്ടോപ്പ്. ഞാൻ സാൻ ആൻഡ്രീസ് കളിക്കുന്ന ഗെയിമിംഗ് ഒക്കെ ഇതിലാണ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ലൈറ്റും കാര്യങ്ങളും എവിടുന്നാന്ന് വെച്ചതാ, ഇതുപോലെ ഞാൻ ഇത് ഓഫാക്കി കാണിച്ചു തരാം. ഇതാ ഈ സാധനത്തിലാണ് ഞാൻ സെറ്റ് ചെയ്തത്. കാരണം നമ്മളത് ട്രൈപോഡാണ് വലിയത്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഞാനിവിടെ നമ്മളെ ബൾബിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾഡറൊക്കെ ഇവിടെ എന്താ വെച്ചാൽ ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ച് അതേപോലെ ബൾബും സെറ്റ് ചെയ്ത് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ട്രൈപോഡിലുള്ള ലൈറ്റാണ് ഇപ്പോൾ എൻ്റെ ഫേസിൽ അടിക്കുന്നത് ഗെയിം കളിക്കുമ്പോഴൊക്കെ. നമ്മൾ ഈ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇനി മുതൽ ഇതിലോട്ട് മാറി എന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല വെളിച്ചവും ക്ലാരിറ്റി കീന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. നമുക്ക് ഈ ലൈറ്റ് വേണ്ട കേസ്, നമ്മുടെ റൂമിലത്തെ 2 ലൈറ്റ് ഇടാം. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടെ നല്ല വൃത്തിയിൽ എന്ത് ചെയ്യും, നമുക്ക് ഇതിലോട്ട് വെളിച്ചം കിട്ടും. മറ്റേ എന്താ വെച്ചാൽ ഭയങ്കര ബ്രൈറ്റ്, ഇത്ര അടുത്തല്ലേ. അപ്പോൾ നമുക്കത് ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കെന്താ വെച്ചാൽ ഇത് നമുക്കെന്ത് എടുത്തിട്ട് നേരെ നമ്മൾ ഈ ട്രൈപോഡിൽ വെക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ചെറിയൊരു ട്രൈപോഡ് അതിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഗെയിം കളിക്കുന്ന നേരെ ഫേസിലോട്ടൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ്, നല്ല ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഊരാട്ടോ. ഫൈനലി നമ്മൾ റിംഗ് ലൈറ്റ് കണ്ടു. ഓ ഗായ്സ്, അങ്ങനെ ഫൈനലി ചേട്ടാ കയ്യിലെടുത്തിട്ടോ. അതിൻ്റെ മുന്നേ ബോക്സിൽ വേറെ ഒന്നുമില്ലല്ലോ, ഇല്ല. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ട്രൈപോഡ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റവനെ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ റിമോട്ടിൻ്റെ എന്തോ കാര്യം പറഞ്ഞായിരുന്നു, എന്തോ ഒട്ടിയിരിക്കുന്നു, അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ റെഡിയായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചെറിയൊരു ഇതുപോലെ ഉണ്ട്, ഇവിടെ ഒരു ഫോക്കസ് ആയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഡാമേജ് വീണ പോലെ, ചിലപ്പോൾ മേലത്തെ സ്റ്റിക്കർ ആറ്റാന്ന് തോന്നുന്നു. സീനില്ല. നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലെന്തെന്നാ 15 ക്യാഷ് ബാക്ക് എന്തുവാ എന്തോ കാർഡൊക്കെ ഉണ്ട് ഗൈസ്, അങ്ങോട്ട് മാറിക്കിടക്കാൻ നമുക്ക് നോക്കാം. ബില്ലും കാര്യങ്ങളും ഇതാ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനെന്താ വെച്ചാൽ ഈ റിംഗ് ലൈറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവൻ ആമസോണിലാണ് ഓർഡർ ചെയ്തത്. അതേപോലെ തന്നെ എന്താ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ മൗണ്ട് കേട്ടോ. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല ഒരു രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ ഇതാ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റിംഗ് ലൈറ്റ് ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള സാധനമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ എന്തോ ഉണ്ടല്ലോ, ഇതെന്തോ മാരകമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. റിംഗ് ലൈറ്റ് ഇങ്ങനെ വളയ്ക്കാനും തിരിക്കാനൊക്കെ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ആദ്യം ഞാൻ എന്താ വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കട്ടെ. അതിന് ശേഷം എന്താ വെച്ചാൽ ബാക്കി ഷൂട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ കറക്റ്റ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ടാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ ഗൈസ്. സെറ്റ് ചെയ്തിട്ട് ഏതായാലും ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ പൂർത്തിയായി. ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നേരെ നമ്മളെ വലിയ ട്രൈപോഡിലോട്ട് ആക്കണം. ഇനി ആദ്യം ആ ലൈറ്റ് എടുത്ത് മാറ്റിയിട്ട് ഗൈസ്, ആ ലൈറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ വയറിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വയറൊന്ന് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിംഗ് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഗെയിം കളിക്കുന്ന എൻ്റെ ലാപ്ടോപ്പിൽ ലെനോവോൻ്റെ ആണ്. അതുപോലെ കീബോർഡും മൗസൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചീത്ത കുറേ കീബോർഡൊക്കെ അടിച്ചു പോയി. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ കീബോർഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ ഫോൺ ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്, നമുക്ക് വീഡിയോയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇപ്പം ഞാൻ ഇരിക്കുന്ന എൻ്റെ റൂമിലെ 2 ബൾബ് ഇട്ടിട്ടാണ് കേട്ടോ. 2 ബൾബിൽ തന്നെ എൻ്റെ ക്ലാരിറ്റി ഉണ്ട്, ഈ ക്യാമറത്തെ പിന്നെ നോക്കിയാൽ കാണാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ റിംഗ് ലൈറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ റൂമത്തെ ലൈറ്റും കാര്യങ്ങളും ഓഫ് ചെയ്യാം. അതിൻ്റെ മുന്നേ എന്താ വെച്ചാൽ ഈ ട്രൈപോഡ് ഞാൻ സെറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കെന്താ വെച്ചാൽ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് എന്താക്കാൻ കഴിയുള്ളൂ, ഈ ട്രൈപോഡിൽ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഗെയിം കളിക്കാൻ നമുക്ക് ഇത്ര ഹൈറ്റ് മതി, നമ്മൾ സെൽഫി സ്റ്റിക്കിന് അത് മതി.
അപ്പോൾ ഇത് നമ്മൾ വ്ളോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക് വീഡിയോ അങ്ങനെ എന്തൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിവിടെ ഗ്രീൻ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം റൂമത്തെ 2 ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഒന്ന് ഓഫ് ചെയ്ത് രണ്ടാമത്തെ ഓഫ് ചെയ്ത്. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട് ഗൈസ്, കണ്ടോ, ഒരു റിമോട്ട് വരുന്നുണ്ട്. ആ റിമോട്ടിൽ പവർ ബട്ടൺ ആണിത്. അപ്പോൾ ഗൈസ് ഫൈനലി ഇത് നമ്മളെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വൈറ്റ് കളർ ഗൈസ്. അപ്പോൾ അടുത്ത 3 കളറാണ് നമുക്ക് വരുന്നത്. ഒന്നിതാ നമ്മളെ നല്ല യെല്ലോ കളർ കേട്ടോ, പിന്നെ മറ്റൊന്ന് ഇത് വെള്ള ഗൈസ്, ഇത് നീല, ഇത് യെല്ലോ, അങ്ങനെ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല നേരത്തെ കണ്ടതിനെക്കാട്ടും ക്യാമറയിൽ ഇത് കാണൂല എന്നെ മര്യാദക്ക്. അപ്പോൾ ഗൈസ് എന്താ വെച്ചാൽ ഇതിൽ ചെറിയൊരു ക്യാമറ ഇതുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് വെച്ചിട്ടായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നേരത്തെ റൂമിലെ ലൈറ്റ് ഇട്ടപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് വീഡിയോന്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതിലോട്ട് മാറ്റിയപ്പോൾ ഈ ലൈറ്റ് ഇട്ടിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി വരുന്നുണ്ട്. ഞാൻ ആ ബ്ലർ പോലത്തെ ഇത് വരുന്നില്ല. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ റൂമത്തെ ലൈറ്റ് ഇടാം. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടാകും. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യും. നമ്മളെ ഗെയിമിംഗ് വീഡിയോ ഒന്നുകൂടി സെറ്റാകും. പിന്നെ റിമോട്ടിൽ നമുക്ക് ഇതിൽ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും കുറയ്ക്കാം. ഇത് ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് പറയാം എന്താ വെച്ചാൽ ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ട് ഇനി ഇവിടെ കൂട്ടാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കൂട്ടി വരുമ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ തിരിയും വേഗം. കണ്ടോ 3 കളറാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും കേട്ടോ. ഏറ്റവും ലോയിലാണ് നിൽക്കുന്നത് ബ്രൈറ്റ്നസ്, എന്ന് വെച്ചാൽ ഈ ലൈറ്റിൻ്റെ നല്ല ലോയിലാണുള്ളത്. അപ്പോൾ നമുക്കിത് കൂട്ടാം കേട്ടോ. കൂട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ തിരിയും കൂടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇൻട്രോ നമുക്കെന്ന് വെച്ചാൽ എൻഡ് ചെയ്യുന്ന ടൈമിന് നമുക്ക് ഈ ലൈറ്റിൻ്റെ ഇതിൽ ഇരുന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ ഇരിക്കുന്ന ലാസ്റ്റത്തെ ഇൻട്രോ നമ്മൾ ഏത് ലൈറ്റിലാണെന്ന് വെച്ചാൽ റിംഗ് ലൈറ്റിലാണ്, റൂമത്തെ വെളിച്ചത്തിലല്ല. റൂമത്തേലാണെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇനി ലൈറ്റ് മാറ്റി കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ നീല ലൈറ്റാണ് വരുന്നത്. അപ്പോൾ നേരത്തേക്കാട്ടും കുറച്ചുകൂടെ കളർ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ യെല്ലോ കളറ് സീനില്. അപ്പോൾ ഈ അടുത്ത് ഇതിലാണ് ഞാൻ ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെച്ചാൽ നമ്മൾ നേരെ ഫേസിലോട്ട് നല്ല വെളിച്ചം കാര്യങ്ങളും കിട്ടും. മറ്റേ തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇതിലായിരിക്കും ഇനി ഞാൻ എന്താ വെച്ചാൽ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ എഡിറ്റിംഗ് ഒക്കെ ഒന്നുകൂടെ സെറ്റപ്പ് ആക്കി കൊണ്ടുവരും. അപ്പോൾ ഈ വീഡിയോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ റിംഗ് ലൈറ്റ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, ട്രൈപോഡ് വാങ്ങിയിട്ടില്ല. ഇതിലൂടെ ട്രൈപോഡ് കിട്ടും. ഞാൻ ക്യാൻസൽ ചെയ്ത്, കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ തന്നെ 2 ഓൾറെഡി ഉണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ ഒന്ന് സെൽഫി സ്റ്റിക്ക് പോലത്തെ കൈ പിടിക്കുന്ന ഒന്ന് നമ്മളെ വലുതും. അപ്പോൾ എല്ലാം ഇനിയിപ്പോൾ 3 കൂടെ ആകുമ്പോൾ റിസ്ക് ആണ്. എന്താ വെച്ചാൽ നോക്കിയാൽ നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഈ വലുത് തന്നെ ഞാൻ അധികം എടുക്കില്ല. അപ്പോൾ ഞാൻ കരുതിയെന്ന് വെച്ചാൽ എല്ലാം കൂടെ വേണ്ട, നമുക്കെന്ന് വെച്ചാൽ റിംഗ് ലൈറ്റ് മാത്രം മതി. അതുകൊണ്ട് ഞാൻ അത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം, അല്ലാത്തവർക്ക് സ്റ്റാൻഡ് അടക്കം കിട്ടുന്നതുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വാങ്ങിയതിൻ്റെ ഇതിൻ്റെ റിംഗ് ലൈറ്റിൻ്റെ മാത്രം ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണാം.